ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും വർഷങ്ങളായി ജീവിതത്തോടൊപ്പം തുന്നിച്ചേർത്ത് വെച്ച ചുമട്ടുതൊഴിലാളിയുടെ കുപ്പായം അഴിച്ചുവെക്കാൻ തയ്യാറല്ലെന്നാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പർ പറയുന്നത്. തന്റെ 18-ാം വയസ്സു മുതൽ വാണിയംകുളം അങ്ങാടിയിലെ ചുമട്ടുതൊഴിലാളിയായ ദിലീപാണ് ജനസേവനത്തിനൊപ്പം തന്റെ തൊഴിലിനെയും ചേർത്ത് പിടിക്കുന്നത്. 18-ാം വയസ്സിൽ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ചതാണ് ഈ നീലക്കുപ്പായം. ജീവിതത്തിൽ അന്നം മുട്ടാതിരിക്കാൻ നാളിതുവരെയും വഴികാട്ടിയായത് ഈ നീലക്കുപ്പായമാണെന്നാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലെ മെമ്പറായ ദിലീപ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി 2 മാസത്തെ അവധി കഴിഞ്ഞ് തൊഴിലാളിയുടെ കുപ്പായം അണിഞ്ഞതിന്റെ സന്തോഷം ഈ ചെറുപ്പക്കാരന്റെ മുഖത്തുണ്ട്. യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഇടത് രാഷ്ട്രീയത്തിൽ സജീവമായ ദിലീപിന്റെ വാർഡ് വാണിയംകുളം അങ്ങാടിയോട് ചേർന്ന് തന്നെയാണ്. അങ്ങാടിയിൽ ചുമട്ടിറക്കുന്നതിനിടയിൽ അത്യാവശ്യത്തിന് വാർഡിലെ ആരെങ്കിലും വിളിച്ചാൽ ഓടിപ്പോകാവുന്ന അത്രയും അടുത്താണ് ദിലീപ് ഉണ്ടാവുക എന്ന പ്രതീക്ഷയാണ് വാർഡിലെ ജനങ്ങൾക്ക്. ജനപ്രതിനിധി ആകുന്നതിനു മുമ്പ് അതുതന്നെയായിരുന്നു രീതി. അത്യാവശ്യത്തിന് രക്തദാനത്തിനോ ആശുപത്രി കേസുകൾക്കോ മറ്റു ജനകീയ പ്രശ്നങ്ങൾക്കോ ഓടിയെത്താൻ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയവും ലഭിച്ചു. നിലവിൽ CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഈ 37കാരൻ. ഒരേ സമയം ചുമട്ടുതൊഴിലാളിയായും ജനസേവകനുമായും ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടാൻ ഭാര്യ മനീഷയും മകൻ മിലനും അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ദിലീപ് പറഞ്ഞു. 17 വർഷമായിട്ട് ഞാൻ വാണിയംകുളം അങ്ങാടിയിലെ ചുമട്ടുതൊഴിലാളിയായിട്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി മത്സരിക്കണം തീരുമാനിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ 2-ാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്താവശ്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അതോടൊപ്പം അങ്ങാടിയിലെ ഒന്നുകൊണ്ടുള്ള തൊഴിലും കൂടി സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് 1 മാസം ലീവായിരുന്നു. ഇപ്പോൾ 1 മുതലാണ് പണിക്ക് കയറിയിട്ടുള്ളത്. തുടർന്ന് തൊഴിലും കൂലിയും പണിയും കൂടിയും പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.